ഹുർമൂസിലെ സുരക്ഷിത കപ്പൽ ഗതാഗതം ഇറാനും ഒമാനും ചർച്ച നടത്തി. നീറ്റ് റദ്ദാക്കൽ ആശങ്കയിൽ ഒമാനിലെ പ്രവാസി വിദ്യാർത്ഥികൾ. അൽസലമ പോളിക്ലിനിക്കിൽ ഇന്റർനാഷണൽ നെയ്സ് ഡേ ആഘോഷിച്ചു. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ഹുർമൂസിലെ കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കുന്നതിന്റെ ഭാഗമായി ഒമാൻ ഉദ്യോഗസ്ഥരുമായി ഇറാനിയൻ പ്രതിനിധി സംഘം മസ്കത്തിൽ ചർച്ച നടത്തി. സമുദ്ര സുരക്ഷ, പ്രാദേശിക സ്ഥിരത എന്നിവ ഉറപ്പാക്കുന്നത് കേന്ദ്രീകരിച്ചും ചർച്ചകൾ നടന്നു. ഹുർമൂസ് കടലൊടുക്കിൽ തങ്ങളുടെ അവകാശങ്ങൾ ഇരുപക്ഷവും ആവർത്തിക്കുകയുണ്ടായി. ഹുർമൂസ് പ്രാദേശിക സമുദ്ര പരിധിയിൽ ഉൾപ്പെടുന്നതാണെന്ന് ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധി സംഘങ്ങൾ വിശേഷിപ്പിച്ചു. പ്രാദേശിക സുരക്ഷയും സ്ഥിരതയും നിലനിർത്തുന്നതിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഏകോപനത്തിന്റെ പ്രാധാന്യവും യോഗത്തിൽ ചർച്ചയായി. നീറ്റ് UG പരീക്ഷ റദ്ദാക്കിയ തീരുമാനം ഒമാൻ ഉൾപ്പെടെയുള്ള ഗൾഫ് മേഖലയിലെ പ്രവാസി വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ആശങ്കയിലാഴ്ത്തുന്നു. പരീക്ഷ എഴുതി നാട്ടിലേക്കോ ഗൾഫിലേക്കോ മടങ്ങിയ വിദ്യാർത്ഥികൾക്ക് പുനഃപരീക്ഷയ്ക്കായി വീണ്ടും യാത്ര ചെയ്യേണ്ട സാഹചര്യമാണുള്ളത്. പുനഃപരീക്ഷയ്ക്ക് അധിക ഫീസ് ഈടാക്കില്ലെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചിട്ടുണ്ടെങ്കിലും ലക്ഷങ്ങൾ വരുന്ന യാത്രാ ചെലവുകൾ ആര് ഉത്തരവാദിയാകുമെന്നാണ് പ്രവാസി കുടുംബങ്ങളുടെ ചോദ്യം. ഗൾഫ് മേഖലയിലെ വിദ്യാർത്ഥികളുടെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് ആവശ്യത്തിന് പുനഃപരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിക്കണമെന്നും തീയതികൾ വേഗത്തിൽ പ്രഖ്യാപിക്കണമെന്നും പ്രവാസി സംഘടനകളും രക്ഷിതാക്കളും ആവശ്യപ്പെടുന്നു. വേനലവധി സീസണിലെ ഉയർന്ന വിമാന ടിക്കറ്റ് നിരക്ക് കുടുംബങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയാകുന്നു. മസ്കത്തിലെ ഇന്ത്യൻ സ്കൂളിലായിരുന്നു ഒമാനിലെ പരീക്ഷാ കേന്ദ്രം. വിവിധ ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നായി 300-ലേറെ വിദ്യാർത്ഥികൾ ഇത്തവണ പരീക്ഷ എഴുതിയിരുന്നു. ഇന്ത്യയിലെയും വിദേശത്തെയും 14 കേന്ദ്രങ്ങളിലായി ഏകദേശം 22.79 ലക്ഷം വിദ്യാർത്ഥികളാണ് ഇത്തവണ നീറ്റ് പരീക്ഷ എഴുതിയത്. പുനഃപരീക്ഷയ്ക്ക് ഗൾഫ് മേഖലയിൽ കൂടുതൽ കേന്ദ്രങ്ങൾ അനുവദിക്കണമെന്നും തീയതികൾ വേഗത്തിൽ പ്രഖ്യാപിക്കണമെന്നും പ്രവാസി സംഘടനകളും രക്ഷിതാക്കളും ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര നെയ്സ് ദിനാചരണം വിപുലമായി ആഘോഷിച്ച് അൽസലമ പോളിക്ലിനിക്, അൽ അൻസബ്, മബേല ബ്രാഞ്ചുകളായി സംഘടിപ്പിച്ച ചടങ്ങുകളിൽ നിരവധി പേർ പങ്കെടുത്തു. രോഗി പരിചരണത്തിനും മറ്റും നെയ്സുമാർ നിർവഹിക്കുന്ന സമർപ്പിതവും പകരം വെക്കാനില്ലാത്തതുമായ സേവനങ്ങളെ ആദരിച്ചുകൊണ്ടായിരുന്നു ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. മധുരം പങ്കിട്ടും കേക്ക് മുറിച്ചുമായിരുന്നു ആഘോഷ പരിപാടികൾ. ചടങ്ങിൽ ഹോസ്പിറ്റൽ ഡയറക്ടർമാരായ ഡോക്ടർ സിദ്ദീഖ് KK, ഡോക്ടർ റഷീദ് അലി എന്നിവർ പങ്കെടുത്തു. നെയ്സുമാരുടെ സേവനങ്ങളെ അൽസലമ മാനേജ്മെന്റും കുടുംബവും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുവെന്ന് ഡോക്ടർ സിദ്ദീഖ് KK വിശദമാക്കി. മാനേജർ സഫീർ സ്വാഗത പ്രസംഗം നടത്തി. ഗൈനക്കോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സമ ബുഷറ, പീഡിയാട്രിക് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജയകുമാരി, ഇന്റേണൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ മുഹമ്മദ് നാസർ, ജനറൽ പ്രാക്ടീഷണർ ഡോക്ടർ നെജ്വ, കോസ്മെറ്റിക് ഡെന്റിസ്റ്റ് ഡോക്ടർ റാണിയ അൽ ഗർഹി, ജനറൽ ഡെന്റിസ്റ്റ് ഡോക്ടർ റോസ് മോൾ തുടങ്ങിയവരും ചടങ്ങിൽ സംസാരിച്ചു. നെയ്സുമാരുടെ ആത്മാർത്ഥ സേവനങ്ങൾക്ക് ആശംസകൾ നേരുന്നതായിരുന്നു ചടങ്ങ്. സ്റ്റാഫ് പ്രതിനിധികളായ ജിമോൾ, സോബി എന്നിവരും ആശംസകൾ അറിയിച്ചു. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസി ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.